ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ആലിസ് ഇൻ ബോർഡർലാൻഡ് സീരീസിന്റെ സീസൺ 1 എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയൊക്കെയോ ആ ടാഗേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട് സീക്രട്ട് റൂം കണ്ടുപിടിച്ച് ആ ബോംബ് ഡിഫ്യൂസ് ചെയ്തു. അവരും ജയിച്ചതോടെ ആ ടാഗേഴ്സ് ആയി ഇരുന്നവരുടെ കഴുത്തിൽ ഒരു കോളർ ഉണ്ടായിരുന്നു. അത് ആക്ടിവേറ്റ് ആയി തല പൊട്ടിത്തെറിച്ച് ഡെഡ് ആയി പോയി. ഇത് കണ്ട അരീസ് മാത്രം സാഡായി ഇരിക്കാണ്. കാരണം അവന്റെ കൺമുമ്പിൽ തന്നെ മരിച്ചുപോയ ടാഗർ ഒരു വയസ്സായ ലേഡിയാണ്. അവൾ മരിക്കാൻ കാരണം ഞാനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുസാങ്കി വന്നേ, ഈ ഗെയിമിൽ നീ നിന്റെ ജീവൻ തന്നെ രക്ഷിക്കണം, അത് മാത്രം നോക്ക്, മറ്റുള്ളവരെ പറ്റി ശ്രദ്ധിക്കേണ്ട, ഇത് എന്തൊരു വേൾഡ് ആണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അരീസ് പറഞ്ഞതും എനിക്ക് ഈ പ്ലേസിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ നീ ഗിൽറ്റി ആയി ഫീൽ ചെയ്യണ്ട, നിന്റെ മേലെ ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞു യുസാങ്കി അവിടെ നിന്ന് പോയി. അതേ സ്ഥലത്ത് ആ വെള്ളത്തലേന ഉണ്ടായിരുന്നില്ലേ, അവന് മരിച്ചുപോയ ടാഗേഴ്സിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തു. ഒരു പേപ്പറാണ്, അതിൽ എന്തൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ട്. അത് എന്താണ് ഏതാണ് എന്നൊക്കെ അവനറിയാം. അടുത്ത ദിവസമായി ചോട്ടയുടെ കൂടെയുള്ള ഉടായ്പ പെണ്ണെ അവനെ എത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നോക്കുന്നുണ്ട്. കാരണം അവൾ ഗെയിമിൽ ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അരിസും കരൂബയും വന്നു. അതിനുശേഷം കരൂബയെ മുറിവ് കെട്ടിയിട്ട് കരൂബ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് വാക്കി ടോക്കിയിൽ കേട്ട ആ വോയിസിനെ പറ്റി ആൻസർ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് ബീച്ചിലേക്ക് വാ എന്ന് ആരോ പറഞ്ഞു. ഈ ബീച്ച് എന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ സ്ഥലത്ത് പോയാൽ നമുക്ക് ഇനി ഈ പ്ലേസിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ തൊട്ടടുത്ത് ഏതെങ്കിലും ബീച്ച് ഉണ്ടോ എന്ന് പറഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ ബീച്ചും ദൂരത്തിലാണ്. അത്രയും ദൂരത്തിൽ നിന്ന് ഒരു ചെറിയ വാക്കി ടോക്കിയിൽ സംസാരിക്കാൻ പറ്റില്ല. ചിലപ്പോ ബീച്ച് എന്ന പേരിൽ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാണാതെ പോയവർ ചിലപ്പോ അവിടെ ഉണ്ടാകും. രാത്രി തന്നെ പോയി അത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് കരൂബ പറഞ്ഞു. എന്നാൽ ചോട്ടയുടെ കാലിന് പരിക്ക് പറ്റിയതുകൊണ്ട് ചോട്ടയ്ക്ക് വരാൻ പറ്റില്ല. കൂടാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നത്തോടെ വിസ കഴിയുമെന്ന് അവൾ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഇന്ന് രാത്രി തന്നെ നമുക്കൊരു ഗെയിം കളിക്കാം. അതിൽ ജയിച്ചാൽ വിസ നീട്ടി കിട്ടും. അതിനുശേഷം നാളെ തന്നെ നമുക്ക് ആ ബീച്ച് കണ്ടുപിടിക്കാം. അരിസു ആ വയസ്സായ ലേഡിയെ കൊന്നു എന്ന് ആകെ ഗിൽറ്റിൽ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സൗണ്ട് കേട്ടു. എന്താണെന്ന് നോക്കുമ്പോൾ ആ മരിച്ചുപോയ ലേഡിയാണ്. അരിസു പേടിച്ച് കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ ആ ഉടായിപ്പ് പെണ്ണാണ്. എന്താ പറ്റിയത് അരിസു? ഒരു വയസ്സായ ലേഡി ഞാൻ കാരണം മരിച്ചുപോയി. അതിനെന്താ, നീ ജീവനോടെ രക്ഷപ്പെട്ടല്ലോ. നിനക്കൊരു കാര്യം അറിയുമോ? ഞാൻ ഫസ്റ്റായി ഗെയിം കളിക്കുമ്പോൾ എന്നെ കൂടാതെ എല്ലാവരും മരിച്ചുപോയി. നമ്മൾ ജീവിക്കണമെങ്കിൽ മറ്റവരെ പറ്റി ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് അരിസു കേട്ടു. ഇതേപോലെ തന്നെയാണ് യുസാങ്കിയും അവനോട് പറഞ്ഞത്. അവന് കുറച്ച് ആശ്വാസം തോന്നാൻ തുടങ്ങി. ഈ ഗ്യാപ്പിൽ കരൂബെ അവൻ ജോലി ചെയ്ത ആ ബാറിലേക്ക് പോയി. അവിടെ മേലെ ഒരു റിങ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. കരൂബെ ബോസിന്റെ വൈഫിനെ സെറ്റ് ആക്കിയിരുന്നില്ലേ, അവൾക്ക് കൊടുക്കാനായിരുന്നു ആ റിങ് വാങ്ങി വെച്ചിരുന്നത്. അവൾക്ക് ഈ റിങ് കൊടുക്കണം, എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് കരൂബെ ഓർത്തു. രാത്രിയായി. എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങി. ഗെയിമുള്ള സ്ഥലത്തേക്ക് എത്തി. ബ്ലൂ കളർ കടന്നു പോയതും അത് റെഡ് കളറായി മാറി. അകത്ത് 2 ടേബിൾസ് ഉണ്ട്. അതിൽ കുറെ വെപ്പൺസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കരൂബ ഒരു മൂർച്ചയുള്ള കത്തിയെടുത്തു. മറ്റേ ടേബിളിൽ 4 തലയിലിടുന്ന ഡിവൈസ് പോലെ ഒന്നുണ്ട്. അത് എന്താണെന്ന് നോക്കിയിട്ട് അവർ ആ ഫോൺ എടുത്തു. ഇവരിപ്പോ ഉള്ളത് ഒരു മാളിന്റെ അകത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഗെയിം സ്റ്റാർട്ടായി. ഗെയിമിനെ പറ്റി അറിയണമെങ്കിൽ ഈ ഗോഗിൾസ് ഇടൂ എന്ന് സൗണ്ട് വന്നു. അതെടുത്ത് അവരിട്ടു. ഇട്ടതും അത് കഴുത്തിൽ ലോക്കായി. അതോടെ മുകളിലുള്ള സ്ക്രീനിൽ ഇവരുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ വഴി നോക്കുമ്പോൾ എല്ലാവരുടെ ഐഡിയും കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. പ്ലേയേഴ്സ് 4 പേരുണ്ട്. ഡിഫിക്കൽറ്റി 7 ഓഫ് ഹാർട്സ്. എന്താണ് 7 ഓഫ് ഹാർട്സോ എന്ന് അരിസവും കരൂബയും ഷോക്കായി. കാരണം കഴിഞ്ഞ ഗെയിം അവർ കളിക്കുമ്പോൾ ആ തൊപ്പിക്കാരൻ ഹാർട്ടാണ് ഏറ്റവും ടഫായ ഗെയിം, കൂടെയുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കണം എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ നമ്പർ 7ഉമാണ്. ഡിഫിക്കൽറ്റി കുറച്ച് കൂടുതലാണ്. ഗെയിമിന്റെ പേരാണ് ഹൈഡ് ആൻഡ് സീക്ക്. ഈ ഗെയിമിന്റെ റൂൾ നിങ്ങൾ 4 പേരിൽ ഒരാൾ വോൾഫ് ആയിരിക്കും. ബാക്കിയുള്ള 3 പേരും ആടുകളാണ്. ആടുകളായിരിക്കുന്നവർ ഓടിപ്പോയി ഒളിക്കണം. വോൾഫ് ആയവർ അവരെ കണ്ടുപിടിക്കണം. വോൾഫ് ഏതെങ്കിലും ആടിനെ കണ്ടാൽ ആട് വോൾഫായി മാറും, വോൾഫ് ആടായി മാറും. നിങ്ങൾക്ക് 15 മിനിറ്റ് ടൈമുണ്ട്. കൂടാതെ ഈ ടൈം അവസാനിക്കുമ്പോൾ ആരായിരുന്നോ വോൾഫ് അവർ രക്ഷപ്പെടും. ബാക്കിയുള്ള 3 ആടുകളുടെ കോളറും പൊട്ടിത്തെറിക്കും. എന്ത് പൊട്ടിത്തെറിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിൽ ഒരുത്തൻ മാത്രമേ രക്ഷപ്പെടൂ. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു പോകും. ഗെയിം തുടങ്ങി. ഫസ്റ്റ് തന്നെ വോൾഫ് ആയത് ചോട്ടയാണ്. അങ്ങനെ 15 മിനിറ്റിന്റെ ടൈം സ്റ്റാർട്ടായി. ചോട്ടയാണ് വോൾഫ്. അവൻ ആരെയാണോ നോക്കുന്നത് അവർ വോൾഫ് ആകും. ചോട്ട ആടായി മാറും. ചോട്ടയും പെട്ടെന്ന് അവന്റെ കഴുത്തിലുള്ള കോളർ എടുക്കാൻ നോക്കി. പെട്ടെന്ന് അരിസു, നീ എന്താ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ കോളർ പൊട്ടിത്തെറിക്കും. പിന്നെ ഞാൻ എന്തു ചെയ്യണം അരിസു എന്ന് പറഞ്ഞ ചോട്ട അരിസുവിനെ നോക്കിയതും അരിസു ഒരു വോൾഫായി മാറി. ഡാ, നീ ഇപ്പോ വോൾഫാണടാ എന്ന് കരൂബെ പറഞ്ഞു. അരിസു കരൂബയെ നോക്കിയതും കരൂബ ഇപ്പൊ വോൾഫായി മാറി. ഇത് കണ്ട ഉടായ്പ പെണ്ണ് കയ്യിൽ ഒരു ചുറ്റിക എടുത്ത് ഹേ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും അവളെ നോക്കി. ഇപ്പൊ അവൾ വോൾഫായി മാറിയ ഉടനെ ഒരൊറ്റ ഓട്ടം. കാരണം വോൾഫായാൽ മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് അവൾ പോയി ഒളിച്ചു. എനിക്ക് അപ്പോളേ അറിയാമായിരുന്നു എന്ന് കരൂബെ പറഞ്ഞു. അവളും ടൈം
കഴിയുന്നത് വരേക്കും ഇങ്ങനെ ഒളിച്ചിരുന്നാൽ ബാക്കിയുള്ള എല്ലാവരും മരിച്ചോളും എന്ന് വിചാരിച്ചു. ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 3 പേരും അവളെ തിരയാൻ തുടങ്ങി. അവർ തലയിൽ വെച്ച ഡിവൈസ് ഇല്ലേ, അത് വെച്ച് അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റും. നീ എന്തിനാ ഓടുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. സോറി ചോട്ടാ, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടേയിരുന്നു. പിന്നിൽ കരൂബ ചേസ് ചെയ്തു വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ തടഞ്ഞു നിലത്ത് വീണു. കരൂബയെ അവളെ പിടിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി നീ എന്തു ചെയ്യുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. നീ തീർന്നടി എന്ന് പറഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളും ഒന്ന് നോക്കുന്നത് പോലുമില്ല. എന്താ നോക്കില്ലേ, നിന്റെ തല അറുത്താൽ പോരെ എന്ന് പറഞ്ഞ് ആ കത്തി വെച്ച് വീശാൻ പോയതും അവൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു കല്ലെടുത്ത് കരൂബയ്ക്ക് ആദ്യം പരിക്കു പറ്റിയ സ്ഥലത്ത് അടിച്ചു. കരൂബ വേദന സഹിക്കാതെ നിലത്ത് വീണു. അപ്പോൾ അറിയാതെ കരൂബയെ അവൾ നോക്കി. അതോടെ കരൂബെ വോൾഫായി മാറി. അവന് ഓടാൻ നോക്കി. എന്നാലും വിടാതെ അവൾ കയ്യിലൊരു കല്ലെടുത്ത് ആദ്യം പരിക്കു പറ്റിയ സ്ഥലത്ത് നിർത്താതെ കുത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം നോക്കി നിന്ന അരിസുവിനെ കരൂബെ നോക്കി. അതോടെ അരീസു വോൾഫായി മാറി. എന്തിനാണ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഒന്നായാൽ ഇത് സോൾവ് ചെയ്യാം. എന്നാലും ഉടായ്പ പെണ്ണെ ഇതൊന്നും മൈൻഡ് ആക്കാതെ അരീസു വോൾഫായി എന്ന് അറിഞ്ഞതും അവനെ കൊല്ലാൻ ഓടി വന്നു. അരീസുവും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. ചോട്ടക്ക് നടക്കാനാവാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ഉടായ്പ പെണ്ണെ അരീസുവിന്റെ അടുത്തെത്തി. കൂട്ടത്തിൽ കരൂബയും വന്നു. പ്ലീസ് ഗൈസ് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ അവളും അരീസുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതും ചോട്ട പെട്ടെന്ന് ചാടി വന്നു. അരീസു പെട്ടെന്ന് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞു. അവനും അവിടെ നിന്ന് പോയി. അവൾ നിലത്തിട്ട കത്തിയെടുത്ത് ഇപ്പൊ കരൂബ അരീസുവിനെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. നിനക്ക് മാത്രം ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലടാ എന്ന് കരൂബ റഫായ ടോണിൽ പറഞ്ഞു. അരീസു അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിപ്പോയിട്ട് ഒരു ഡ്രൈവർ എടുത്ത് തലയിലുള്ള ഡിവൈസ് ഊരി മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അരീസുവിന് ആ വയസ്സായ ടൈഗർ ലേഡി മരിച്ചത് ഓർമ്മ വരുന്നത്. അതേപോലെ ഞങ്ങളും തല പൊട്ടിത്തെറിച്ച് മരിക്കുമോ എന്ന് പേടിച്ച് അരീസുവിന് ആ ഡിവൈസ് ഊരി മാറ്റാനാകുന്നില്ല. അരീസു അവിടെ ഇരുന്നിട്ട് സോറി ഗൈസ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കരൂബേക്കും അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണണം, അതിന് വോൾഫ് ആകണം. ചോട്ടക്ക് 6 വോൾഫ് ആയാലും പ്രശ്നമില്ല, പക്ഷെ ഇതേപോലെ ഫൈറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് അവളെ അവൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവൾക്കും എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഓരോരുത്തരും ഓരോ ചിന്തയിലാണ്. അരീസു അലറി കരയുകയാണ്. കാരണം അരീസുവിന്റെ വീട്ടിൽ അവനെ മനുഷ്യനായി കൂടെ കണക്കാക്കില്ല. ഒന്നിനും കൊള്ളാതെ ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്നോ എന്ന് യങ്ങർ ബ്രദർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരീസു മൂത്ത മകനാണ്. എന്നിട്ട് അവന്റെ അച്ഛൻ അവനെ മൈൻഡ് പോലും ചെയ്യില്ല. വീട്ടിൽ വരെ അനാഥനായി കഴിയുമ്പോഴാണ് ആ 2 ചങ്സ് കരൂബെ ചോട്ട അരീസു സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് കൊണ്ടുപോകും. നൂഡിൽസ് എല്ലാം കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇത്രയും നല്ല ഫ്രണ്ട്സ് ആണ്. അരീസുവിന് അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം വരാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. ചോട്ട കരൂബെ നിങ്ങൾ എവിടെയാണ്? എനിക്ക് ഗെയിമിൽ ജയിക്കേണ്ട, മരിച്ചു പോയാലും കുഴപ്പമില്ല. കാരണം എനിക്ക് ആകെയുള്ളത് നിങ്ങൾ 2 പേരുമാണ്. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാ? നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടാകുമല്ലോ, അത് മതി എനിക്ക്. എവിടെയാണ് ഉള്ളത്? പുറത്തു വരൂ. ഇതെല്ലാം കേട്ട് കരൂബയും ചോട്ടയും നല്ല കഷ്ടം തോന്നി. കാരണം ഇവർ 3 പേരും അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഒരുത്തൻ കൂടെ ഇല്ലാതെ അവർക്ക് ചിന്തിക്കാൻ കൂടെ ആകില്ല. അരീസുവും ജീവനോടെ ഉണ്ടാകണം എന്ന് ആലോചിച്ച് ചോട്ടയും കരൂബയും ഒന്നും പറയാതെ ഒളിച്ചിരിക്കുകയാണ്. ഡേയ് നിങ്ങൾ എവിടെയാടാ? എനിക്ക് നിങ്ങളെ കാണണം. വോൾഫ് ആകൂ. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കേണ്ട. എവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കരൂബയും ചോട്ടയും ഒന്നും പറയുന്നില്ല. ആ ഉടായ്പ പെണ്ണെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ചോട്ട അവളുടെ വാ പൊത്തി പിടിച്ചിട്ടുണ്ട്. ഡാ കരൂബേ എവിടെയാണടാ? നിനക്ക് നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണണ്ടേ? ചോട്ട നീയെങ്കിലും എന്തെങ്കിലും പറയടാ. എന്നാൽ അരീസു ജീവനോടെ ഇരിക്കാൻ വേണ്ടി അവർ ഒന്നും പറയാതെ ഒളിച്ചിരുന്നു. ഈ കാര്യം അരീസുവും മനസ്സിലാക്കി. ഞാൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടി എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സും സംസാരിക്കാതിരിക്കുന്നില്ലേ? ഡാ പ്ലീസ് ഇങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കരൂബ പറയുന്നത്, ഡാ അരീസു നിനക്ക് മാത്രമല്ലടാ, എനിക്കും നിങ്ങൾ 2 പേരുമാണ് എല്ലാം. എനിക്ക് വിശ്വാസമുണ്ട് അരീസു, നീ ഈ ഗെയിം തീർക്കുമെന്ന്. നിങ്ങൾക്കറിയോ ഞാൻ നല്ല കഷ്ടത്തിലും ഡിപ്രഷനിലുമായിരുന്നു. എന്നാൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഞാൻ അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ തിരയാതെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും. കരൂബ എന്നെ കൊണ്ട് പറ്റില്ല. നീ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. പെട്ടെന്ന് ചോട്ട നമ്മൾ 3 പേര് ഒരുമിച്ചുണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നല്ലേ? എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. ശരിയാ അരീസു, നിനക്ക് ഓർമ്മയുണ്ടോ? കരൂബ നൂഡിൽസ് മൂക്കിലൂടെ വരുത്താൻ നോക്കി ശ്വാസം കിട്ടാതെ മരിക്കാനായതൊക്കെ എന്ന് പറഞ്ഞു. ഈ അവസ്ഥയിൽ ചിരിച്ചുകൊണ്ട് അരീസുവിന്റെ മൈൻഡ് മാറ്റുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഡാ, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. പുറത്തു വാടാ. നീ ജീവനോടെ രക്ഷപ്പെടണം. അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോട്ട പറഞ്ഞു. ഇത് ഷിബുക്കയും കേട്ടിട്ട് ഒരാൾക്ക് വേണ്ടി 2 പേരും ജീവൻ കളയാൻ വേണ്ടി വരെ റെഡിയാണ്. എന്ത് ഫ്രണ്ട്ഷിപ്പാടാ ഇത് എന്ന് ചിന്തിച്ചു പോയി. അവൾ ചോട്ടയെ കെട്ടിപ്പിടിച്ചു. ഇനിയും 10 സെക്കൻഡ് മാത്രമാണുള്ളത്. അരീസുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് അവൻ കരൂബയെ കാണുന്നത്. അവൻ ഒരു സിഗരറ്റും വലിച്ചിരിക്കുകയാണ്. എന്നാൽ കരൂബയുടെ ഫേസ് ശരിക്കും കാണാനില്ല. ശരിക്കും കണ്ടാൽ മാത്രമേ കരൂബെ വോൾഫായി മാറൂ. കരൂബയെ രക്ഷിക്കാൻ വേണ്ടി അരീസു വേഗം ഓടിച്ചെന്നു. എന്നാൽ അതിനുള്ളിൽ ടൈം കഴിഞ്ഞു. കരൂബെ, ഷിബുക്കെ, ചോട്ട അവരുടെ തല പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി. ഇത്
കണ്ടിട്ട് അരീസു സങ്കടം വന്ന് അലറി കരയാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് മരിച്ചുപോയി, ഒറ്റക്കായി പോയി. ആകെ ഇനി എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാതെ ഇരിക്കണേ. അങ്ങനെ ഇവിടെ വെച്ചിട്ട് എപ്പിസോഡ് 3 കഴിഞ്ഞു. അവർ ശരിക്കും മരിച്ചിട്ടുണ്ടോ? അരീസുവിന് ഇനി എന്തായിരിക്കും സംഭവിക്കുക? അടുത്ത ഗെയിം എന്തായിരിക്കും എന്നൊക്കെ കാണാം അടുത്ത പാർട്ടിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.